എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾക്കൊരു വേറൊരു ബാച്ചിലർ കുക്കിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് തുണ, അതായത് ചൂര മത്സ്യത്തിൻ്റെ തലയാണ്. തല, ചൂരത്തല. ചൂരത്തല കൊണ്ട് എങ്ങനെ ഒരു ബാച്ചിലറിന് നല്ല രീതിയിൽ കുക്ക് ചെയ്ത് അതെടുക്കാം, അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരത്തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. 10 രൂപയ്ക്കാണ് ഒരു തല ചോദിച്ചപ്പം തല മുറിച്ച് കളയുകയാണ് എല്ലാവരും. മത്സ്യത്തിൻ്റെ തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും രുചിയുള്ള ഒരു സംഗതിയാണ്, ഒരു രുചിയുള്ള ഭാഗമാണ് തല. നല്ല ബുദ്ധിയുള്ള തല, വലിയ തല, അങ്ങനെയുള്ള ഒരുപാട് തലകളുണ്ട്. അങ്ങനെ ഞാൻ ചൂരയുടെ തല വാങ്ങി 10 രൂപ കൊടുത്തപ്പം മാർക്കറ്റിൽ പോയി 10 രൂപ, അവർ കളയാൻ പോയ സാധനം 10 രൂപ കൊടുത്തിട്ട് ഞാൻ വലിയൊരു തല വാങ്ങി. അത് വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തുടങ്ങാം. S.Nathൻ്റെ അനദർ വീഡിയോയിലേക്ക്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ബാച്ചിലർ ലൈഫ് അടിച്ച് പൊളിക്കാം. ഇതിന് വേണ്ടത് ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ഒരു വെളുത്തുള്ളി, പിന്നെ കുറച്ചൊരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ വേണ്ടത് നമ്മൾക്ക് കറിവേപ്പിലയാണ്, പിന്നെ ഒരു തക്കാളി. ഇത് മുറിച്ച് വെച്ച ശേഷം പിന്നെ ഞങ്ങളുടെ തലയെടുക്കുന്നു. തല കഴുകുന്നു, വൃത്തിയാക്കുന്നു. അതിൽ കുറച്ച് മുളക് പൊടി ഇടുന്നു, മഞ്ഞൾപ്പൊടി ഇടുന്നു. അത് നന്നായിട്ട് ഞങ്ങൾ വരട്ടിയെടുക്കുന്നു. ലേശം ഉപ്പ് ഇട്ടിട്ട ശേഷം നന്നായിട്ട് വരട്ടിയെടുക്കുന്നു. അതിലുള്ള കറിവേപ്പില ഞങ്ങൾ ഇട്ടിട്ട് ഒന്നുകൂടി വരട്ടി വെച്ച് നന്നായിട്ട് അവിടെ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ്, 5 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം ചൂടായ പാനിൽ നമ്മൾ ഇതിടുന്നു. ലേശം പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ആ വെളിച്ചെണ്ണയിൽ ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കടുക് ഇടുക. അപ്പോൾ കടുക് പൊട്ടിത്തീരുന്നത് വരെ ഞങ്ങൾ കുറച്ചൊന്ന് നിറച്ച് പുകയും ചുമയൊക്കെ വരും. അത് ബാച്ചിലറല്ലേ, അതൊന്ന് സഹായിക്കുക. അപ്പോൾ അതൊക്കെ നോക്കി ചെയ്യുക. അപ്പോൾ അതിൽ കുറച്ച് പിന്നെ കടുകിടുക. കടുകിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അത് പൊട്ടിത്തീരും. ആ പൊട്ടിത്തീർന്ന ശേഷം ഉടനടി ഞങ്ങൾ മുറിച്ച് വെച്ച ഉള്ളി, ഇഞ്ചി എല്ലാം അതിലിടേക്കിടുക. 3 തരം ഉള്ളിയും പിന്നെ ഇഞ്ചിയും അതിലേക്കിടുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വരട്ടിയ ശേഷം കുറച്ചും കൂടി അതൊരു ഒരു പരുവത്തിലായ ശേഷം അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു തക്കാളി ഇടുകയാണ്. ഇനിയിപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വന്ന ശേഷം അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഉപ്പ് വേണ്ട, ഉപ്പ് ഇപ്പോൾ ഇടണ്ട. കാരണം ബാച്ചിലർ ആകുമ്പം കുറച്ച് സൂക്ഷിച്ചിട്ടാൽ മതി. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾ ഉപ്പിടുമ്പോൾ കൂടുതൽ എപ്പോഴും ഇടുന്ന ഒരു സ്വഭാവക്കാരാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉപ്പിടണ്ട. അപ്പോൾ ഞങ്ങളത് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. നന്നായിട്ട് ചൂടാക്കുക. അപ്പം തക്കാളിയിലെ വെള്ളമൊക്കെ പുറത്ത് വന്ന് അത് കുറച്ചൊരു കുഴമ്പ് രൂപത്തിലായ ശേഷം അടുത്ത് വരുന്നതാണ് അടിപൊളി സാധനം, അതായത് പുളിയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ വാളംപുളിയാണ് എടുക്കാറ്. ഇപ്രാവശ്യം വാളംപുളി കിട്ടിയില്ല, അതുകൊണ്ട് സാധാരണ പുളി ഞാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ ഈ പുളിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതൊരു കുറച്ച് ഒരു 5 മിനിറ്റ് വെച്ച ശേഷം ആ പുളി കുറച്ചൊന്ന് അലിഞ്ഞ് ചേരുമ്പോൾ ഒരു കളർ വരും. ഞങ്ങൾക്ക് ബാച്ചിലറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ്. ആ കളർ വന്ന ശേഷം പിന്നെ അത് മെല്ലെ നന്നായിട്ട് ശരിക്കും നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ആ വെള്ളം നിങ്ങൾ നേരെ ഈ മിശ്രിതത്തിലേക്ക് ഒഴിക്കുക. അപ്പം ഒഴിച്ചു കഴിഞ്ഞ ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച ശേഷം അതിലാണ് ഞങ്ങളുടെ കഥാപാത്രത്തിൻ്റെ തലയിടാൻ പോകുന്നത്. അതായത് തല മറ്റൊന്നുമല്ല, തുണയുടെ തല, അതായത് ചൂരത്തല. ഈ ചൂരത്തല ഞങ്ങൾ അതിലേക്ക് ഇടുകയാണ്. അതിലിട്ട ശേഷം അത് കുറച്ച് വേവിക്കുന്നു. ചൂരത്തല പെട്ടെന്ന് വേവും കേട്ടോ, പെട്ടെന്ന് വേവും. അധികം തിളപ്പിക്കേണ്ട. 2 മിനിറ്റ് തിളപ്പിച്ച ശേഷം വന്നു. പിന്നെ അടിപൊളി ചൂരത്തലക്കറി റെഡി. അപ്പം നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂരത്തലക്കറിയും അതിൽ കുറച്ച് ചോറും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രുചിയൊന്നും പറയേണ്ട പോന്നെ. പിന്നെ കുറച്ച് കരിങ്ങാലി വെള്ളം ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ എൻജോയ് ചെയ്യുക, ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച
ശനിയാഴ്ച, തിങ്കളാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച. അപ്പോൾ എല്ലാവർക്കും ആശംസിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നതിലിടയ്ക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സുഹൃത്തുക്കളെ. അതിനുശേഷം കമൻ്റ് ഇടുക. നെഗറ്റീവ് കമൻ്റ് വരുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ ഇടുക. അപ്പോൾ നമുക്ക് കാണാം.